അരശിമൂട്ടിൽ അപ്പുക്കുട്ട വച്ചു ചെക്ക്. അതെ, അല്ല തൈപ്പറമ്പിൽ അശോകനാണ് മാർക്കസ്. അരശിമൂട്ടിൽ അപ്പുക്കുട്ടൻ പെക്കും. ഹലോ, വെൽക്കം ടു ഹെൽമെറ്റ് ടേൽസ്. എൻ്റെ പേര് അമർ. എന്റെ പേര് നിതിൻ. വെൽക്കം ടു എപ്പിസോഡ് 13 ബോണസ് GP ചെക്ക് റിപ്പബ്ലിക്. അല്ല GP. ചെക്ക് റിപ്പബ്ലിക് അല്ല, ചെക്ക് GP. ചെക്ക് റിപ്പബ്ലിക് തമിഴില് ചെക്ക് GP എന്നാണ്. ചെക്ക് റിപ്പബ്ലിക് GP ആരും പറയൂ. ബേണോ ചെക്ക് GP. അപ്പോ ചെക്ക് GPയെ പറ്റി എന്നാൽ അരശിമൂട്ടിൽ അപ്പുക്കുട്ട വച്ചു ചെക്ക്. അതെ, അല്ല തൈപ്പറമ്പിൽ അശോകനാണ് മാർക്കസ്. അരശിമൂട്ടിൽ അപ്പുക്കുട്ടൻ പെക്കും. പാവം. അതല്ല, ക്വാളിഫയേഴ്സ് അല്ല, പ്രാക്ടീസ് സെഷൻ തൊട്ട് ഭയങ്കര മാർട്ടിൻ ഇറങ്ങി. ഞാൻ ഇങ്ങനെ എല്ലാരും മാർട്ടിനെ തന്നെ നോക്കിയേ. അതൊന്നുമല്ല, കമന്ററി പറഞ്ഞുകൊണ്ടിരുന്ന പോൾ എസ്പ്രാർഗോനെ ബൈക്ക് ഓടിക്കാൻ വിട്ടു. പുള്ളി ഒരേ ഓടിക്കലായിരുന്നു. പുള്ളി മറ്റേ സെക്കൻഡ് പ്രാക്ടീസിൽ 5th വരുന്നുണ്ട്. മേവറിക് വിനിയൽസ് വീട്ടിൽ മേവറിക് വിനിയൽസ് വീട്ടിലിരുന്ന് വരെ തിലേനെ പോലെയാണ് മണിച്ചിത്രത്താഴില്. അല്ല, വിനിയാലസ് ക്രാഷായി പോയി. അതുകൊണ്ട് പോൾ എസ്പാർഗാർ ഇറങ്ങിയേ. ഭയങ്കര ഡിഫിക്കൽട്ട് വീക്ക് ആയിരുന്നു ഫോർ പെക്കോ. എല്ലാവർക്കും ഡിഫിക്കൽട്ട് അല്ല, മീൻസ് ഇൻ ജനറൽ. കാരണം 5 വർഷത്തിന് ശേഷമാണ് ഈ ചെക്ക് GP നടക്കുന്നത്. 2020 ലാസ്റ്റ് നടന്നത്. അന്ന് KTM ആണ് ആക്ച്വലി. ബ്രാഡ് ബിൻഡറിന്റെ ഫസ്റ്റ് വിന്നോ? ജാക്ക് മില്ലറിന്റെ വിന്നോ? അല്ലല്ല, ബ്രാഡ് ബിൻഡറിന്റെ വിന്നർ. KTM ജയിച്ചു. 3 പ്രാവശ്യം ജയിച്ചിട്ടുള്ള അതിൽ 1 പ്രാവശ്യം അവിടെ ആയിരുന്നു. അതെ, ബേണോ എനിക്ക് നല്ല ഇഷ്ടമുള്ള ട്രാക്കാണ്. എല്ലാം ലോങ് ഫ്ലോയിങ് കോർണേഴ്സ് ആണ്. അതെ, അതിന്റെ ഫസ്റ്റ് കോർണർ ഇങ്ങനെ തന്നെയാണ് കുറെ നേരം ഇങ്ങനെ സൈഡിൽ ഇരിക്കും. അപ്പൊ നമ്മള് കഴുത്തും വെച്ച് ഇങ്ങനെ ഇരിക്കും. ഇത് എപ്പോ സ്ട്രെയിറ്റ് ആവും നമ്മൾ ആലോചിക്കും. എന്നിട്ട് ഒരു S വള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ പ്രാക്ടീസിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായിരുന്നു? പ്രാക്ടീസിൽ മാർക്കസിന്റെ ബൈക്ക് നിന്ന് ഇറങ്ങിയപ്പോ അല്ല, മാർക്കസ് ഇപ്പൊ അങ്ങനെയൊക്കെ വന്നാലൊക്കെ ഉള്ളു പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഇതെന്നേ. പുള്ളിയുടെ ബൈക്ക് വിൽക്കുക അല്ല അപ്പൊ പ്രാക്ടീസ് എന്താ മറ്റേ പെക്കോയ്ക്ക് സെറ്റിംഗ് ശരിയായില്ല എന്ന് പെക്കോ പറയുന്നു. മാർട്ടിൻ വരുന്നു. മാർട്ടിൻ അത്യാവശ്യം നല്ല രീതിക്ക് ഓടിക്കുന്നു. ക്വാർട്ടറോ അതുപോലെ ഓടിക്കുന്നു. പ്രാക്ടീസ് ഒരുവിധം നന്നായിട്ട് പോയി. എന്നിട്ട് ജാക്ക് മില്ലറും ക്വാർട്ടറോയും Q2 വന്നു. എനിക്ക് തോന്നുന്നു ജാക്ക് മില്ലർ ആയിരിക്കും. പെക്കോ Q1 13ാമതായിരുന്നു. പക്ഷെ അവിടുത്തെ ട്വിസ്റ്റ് ഉണ്ട്. Q1 വന്നിട്ട് പെക്കോ Q2 അത് കിടില റൈഡായിരുന്നു അത്. പക്ഷെ അതില് ഇടയ്ക്ക് വന്നിട്ട് Q2 കേറിയിട്ട് പെക്കോ ചെയ്ത ഒരു പരിപാടി ഉണ്ട്. അലക്സിന്റെ ഇടയ്ക്ക് അലക്സ് മാർക്കസിന്റെ ഇടയിൽ കയറി. കാരണം അലക്സ് മാർക്കസിന്റെ ടോ കിട്ടാതിരിക്കാൻ വേണ്ടി മാർക്കസിന്റെ സ്ട്രാറ്റജിക്കൽ മൂവ്. എന്നിട്ട് മാർക്കസ് Q2 പോയി വീണ്. അതുകൊണ്ട് മാത്രം ഒരു 151 കണ്ടില്ല, പോൾ പൊസിഷൻ പോയി. അപ്പം ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ഡിസ്കഷനായി. അയ്യോ മാർക്കസിന്റെ പോൾ പൊസിഷൻ. അവരുടെ മാർക്കസ് പോൾ പൊസിഷനിലോ എവിടെയെങ്കിലൊക്കെ ആയാലും അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. പുള്ളി എങ്ങനെയെങ്കിലും റെഡി വരും. ആകെയുള്ളൊരു സീൻ അന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ മാർക്കസ് വീഴുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ സാർക്കോ പോയി അതേ സ്ഥലത്ത് വീണായിരുന്നു. യെല്ലോ ഫ്ലാഗ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഇതുണ്ട്. യെല്ലോ ഫ്ലാഗ് ഉള്ള സമയത്ത് അടുത്ത ഒരു തൊട്ട് റൈഡർ ക്രാഷ് ഒക്കെ കാരണം യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ എന്തോ ഒരു ഡേഞ്ചർ ആയി. അപ്പൊ കോഷ്യസ് ആവാനല്ലേ. അപ്പൊ അതിന്റെ അത് കാണാതെ പോയി വീണ് എന്നല്ല അവർ വിചാരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വന്ന്. അപ്പൊ എല്ലാവരും വിളിച്ച് ലോങ് ലാപ്പ് പെനാൽറ്റിയാ കിട്ടുന്നത്. പക്ഷെ മാർക്കസ് ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഞാൻ വീഴുന്ന പെക്കോ വീഴുന്നത്. സത്യത്തിൽ അത് മറ്റേ മിറർ വീഴുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. കാരണം എല്ലായിടത്തും മിററാണല്ലോ വീഴുന്നത്. മിറർ അല്ലടാ, മിറർ. മിറർ അല്ലേ? ആണോ? ഞാൻ കേട്ട മിറർ. ഓ അതെ,
ഫോക്കസ് വേണം, ഫോക്കസ്. അതല്ല അക്ഷരസ്ഫുടത. അക്ഷരസ്ഫുടത അതല്ല ഞാൻ പറയുന്നത്. അപ്പം മിറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഇല്ല ഇഫ് മറ്റേ അൺലക്കി ഫേസ്, അതാണ് ഇപ്പോഴത്തെ മിറിന്റെ അവസ്ഥ. ഹോണ്ടയിൽ കയറിയതിനു ശേഷം 30+ DNFs ആണ് ഒരു വേൾഡ് ചാമ്പ്യൻ ഫേസ്. ഞാൻ വിചാരിച്ചു ലോകത്ത് ഏറ്റവും വലിയ ഗതിയായിട്ട് ക്വാർട്ടറോ അത് അപ്പയുടെ മിറിനെ കാണുന്നത്. അപ്പൊ പിന്നെ ക്വാർട്ടറോക്കെ ഷാജിപ്പാപ്പ പറ്റില്ല സിനിമയ്ക്കകത്ത് വരത്തില്ലേ, അതേപോലെ ഫാബി അവിടെ നിന്ന് പറയാം എന്നെക്കാളും ഗതി കിട്ടാനില്ല. ഇങ്ങനെ നീ ഇല്ലാതെ ഞാൻ ഒറ്റപ്പെട്ട് പോയേനെ. എന്നിട്ട് മിറിന്റെ അടുത്ത് വന്നിട്ട് അല്ല മിറ് വന്നിട്ടായിരിക്കും ഫാബിയുടെ അടുത്ത് വന്നില്ല മറ്റേ പിള്ളച്ചാ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും, പിന്നെ ശീലമായി. ഞാൻ തന്നെ ഇപ്പൊ ഒരു 10-20 വർഷമായിട്ട് ഇങ്ങനെയല്ലേ. ആ പാവം മനുഷ്യനെ ഒന്നിനും അയാൾ വീഴും തന്നെ. അതല്ല ഒരു നല്ല പെർഫോമൻസ് വരുവാണെങ്കിൽ ആരെങ്കിലും തെള്ളിയിടും. ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈങ് 5th ആയിരുന്നു. അതെ പ്രാവശ്യം പൊളിക്കും. ഏറ്റവും ബെസ്റ്റ് ക്വാളിഫൈങ് ഓഫ് ദ സീസൺ അമറിന്റെ രണ്ടും വീണ് തൊലച്ച്. ക്വാളിഫയേഴ്സ് പെക്കോ ഫസ്റ്റ് വന്നു. പെക്കോ ഫസ്റ്റ് വന്നു. ലൈക്ക് Q1-ൽ Q1-ൽ പോയായിരുന്നു പെക്കോ. ലൈക്ക് അതൊക്കെ കഴിഞ്ഞു. ക്വാളിഫയേഴ്സിൽ പെക്കോ, പിന്നെ മാർക്കസ്, പിന്നെ അതുപോലെ ക്വാർട്ടറോ വന്നു തേർഡ്. ഫ്രണ്ട് റോയിൽ തന്നെ കിട്ടിയിട്ട് സീറ്റ് പിടിച്ചിട്ടുണ്ട്. സെക്കൻഡ് മാർക്കസ്, കാരണം യെല്ലോ ഫ്ലാഗ് വർക്കായില്ല, പെനാൽറ്റി ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് മാർക്കസ് സെക്കൻഡ് തന്നെ നിന്നു. ഫാബിയുടെ അവസ്ഥയുടെ കോമഡി ഈ മറ്റേ ഞാൻ ഈ വർഷം മറ്റേ എല്ലാ വർഷം സ്കൂളിൽ തുടങ്ങുമ്പം ഈ വർഷം ഞാൻ നന്നായിട്ട് പഠിച്ച് റാഗ് മേടിക്കുന്നൊക്കെ പറയുന്ന പിള്ളേരിൽ അതുപോലെ ഫ്രണ്ടി വന്നിരിക്കും. എന്നിട്ട് ഇപ്പൊ അതുപോലെ തന്നെ അല്ല ഫാബിയോടെ റേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കെൻഡ് തുടങ്ങുമ്പോ അത് ക്വാളിഫൈങ് തീരും. അതുവരെയുള്ള പുള്ളിയുടെ ആരോ പറഞ്ഞ ക്വാളിഫൈങ്ങിൽ ഫസ്റ്റ് വന്നാൽ മതി, വേറൊന്നും നോക്കിട്ടെ. ബാക്കിയൊക്കെ പുള്ളിക്ക് ടെസ്റ്റിംഗ്. അതല്ല ക്വാളിഫൈയിൽ മറ്റേ ക്വാളിഫൈസ് ആയി കഴിഞ്ഞിട്ട് തേർഡ് വരുമ്പോ അവര് മറ്റേ ഇത് കഴിഞ്ഞിട്ട് മറ്റേ റിപ്പോർട്ടർ വന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ഫാബിയുടെ അടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് ടയർ ചോയ്സസ് ഒക്കെ എങ്ങനെയാ നന്നായിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞൂടെ, ഇതിലൊന്നും ഒരു കാര്യമില്ല, ഒന്നും പറയാനില്ല. പുള്ളിക്ക് തന്നെ ഇപ്പൊ ഒരു ഇതില്ല. അല്ല പുള്ളിക്ക് ഇതിലൊന്നും ഇപ്പൊ ഒരു വിഷയം. എന്നിട്ട് പുള്ളി എവിടെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോവുകയും ചെയ്യും ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. സ്പ്രിന്റ് വാസ് ലൈക്ക് സ്പ്രിന്റിനടുത്ത് ഒരു എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാ നടന്നത് ഞാൻ പറയാം. അത് തന്നെ ഉദ്ദേശിച്ച സാധനം കിട്ടി. സംഭവം ആദ്യം പെക്കോ ആണല്ലോ ഫസ്റ്റ് പൊക്കോട്ടിരുന്നത്. പെക്കോ ഇങ്ങനെ കുറേ നേരം ഓടിച്ചു കഴിഞ്ഞപ്പോ പെക്കോയുടെ ഡാഷിൽ ഏതോ ലൈറ്റ് കത്തി. ഏതോ ലൈറ്റ് അല്ല, ടയർ പ്രഷർ ലൈറ്റ് എന്ന് പറഞ്ഞ് കത്തി. പെക്കോ മറ്റില്ല മാർക്കസ് ഒക്കെ ചെയ്യുന്ന പോലെ പുറയിലോട്ട് നോക്കി പുറയിൽ ഒരു പൊസിഷൻ പറഞ്ഞു. പക്ഷെ മാർക്കസ് സാധാരണ അങ്ങനെ ഫ്രണ്ടിൽ പൊക്കോ എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് പിടിക്കും. പെക്കോ അങ്ങ് പോയി. അല്ല പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഡുക്കാറ്റിക്ക് ഈ ടയർ പ്രഷർ വാർണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ടീംസിന് ഒരു വാർണിംഗ് ലൈറ്റ് വരും. പിന്നെ അതല്ലാതെ റേസ് ഡയറക്ഷന് ഒരു സെൻസർ ഉണ്ട്. അതും ടീമിന്റെ ഏറ്റവും ഒരു ബന്ധമില്ല, മനസ്സിലായോ? അപ്പം ഈ റേസ് ഡയറക്ഷന് സിഗ്നൽ പോയിട്ടില്ല. ടീമിന്റെ സെൻസറിന്റെ ഇഷ്യൂ ആയിരുന്നു. പക്ഷെ പെക്കോയുടെ ലൈറ്റ് അപ്പോഴും ഓൺ ആയിട്ട് കിടക്കുമായിരുന്നു. പെക്കോ അത് കാരണം പോയി. ഫ്രണ്ടിൽ പൊക്കോട്ടിരുന്ന് അവൻ സ്ലോ ആക്കിയ സമയം എല്ലാരും കയറി. ഒരു 4 റൈഡേഴ്സ്. അപ്പൊ വീണ്ടും ഫാബിയോ വന്ന് പെക്കോയുടെ അടുത്ത് പറയും ആദ്യമൊക്കെ എല്ലാരും ക്വാളിഫൈ ചെയ്യും, പിന്നെ ആദ്യം ഒരു ബുദ്ധിമുട്ട്, അതിലൊരു കാര്യമില്ല, നീ നന്നായി ക്വാളിഫൈ ചെയ്ത് ഓർത്തോ പണി വരുന്നുണ്ട്. അതെ ഫസ്റ്റ് ഒക്കെ ഈ എന്നെ തന്നെ കണ്ടില്ലേ മറ്റേ എന്നെ തന്നെ കണ്ടില്ലേ ഇപ്പൊ തന്നെ ഒരു 10-20 വർഷമായിട്ടുണ്ട് പിള്ളേച്ച. ഈ ഡയലോഗ് ഇപ്പൊ പറയാൻ പറ്റില്ല, ഭയങ്കര ഇവര് തമ്മിലാണ് ഏറ്റവും നല്ല പറയാൻ. പക്ഷെ KTM നല്ല ഒരു നല്ല റേസായിരുന്നു KTM. സ്പ്രിന്റിലും പെഡ്രോ അക്കോസ്റ്റ ഈ വർഷത്തെ ഫസ്റ്റ് ടൈം പോഡിയം സ്പ്രിന്റിൽ വന്നു. രണ്ടാമത് എനിയ ബാസ്റ്റിനി, അതും എനിക്ക് പറയാനുണ്ട്. ഈ അപ്പൻഡിസൈറ്റിസ് ഒന്നും അല്ലായിരുന്നു, മീഡിയ വെറുതെ പറഞ്ഞു. അല്ലല്ല അതുമായി
ചിലപ്പം അപ്പൻഡിസൈറ്റിസ് ബേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ ബേസ്റ്റ് ആയില്ല, ഫുഡ് പോയിസണിങ് ആയിട്ട് എന്തോ പറ്റുക. ആയിട്ട് വരും. ഓക്കെ ചിലപ്പം അല്ല, ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ അതിന് സിംറ്റമായിട്ട് പ്രോബബ്ലി. അപ്പം പെക്കോയ്ക്ക് ഈ ലൈറ്റ് കത്തി, ടയർ പ്രഷറിന്റെ. മാർക്കസിനും കത്തി. അല്ല, നമ്മളിവിടെ എനിയ ബാസ്നിയുടെ കാര്യം പറഞ്ഞു, ലൈറ്റൊക്കെ കത്തി കഴിഞ്ഞു. അല്ല, മാർക്കസിന് നമ്മൾ പറഞ്ഞില്ലെന്ന് തോന്നുന്നു ലൈറ്റ് കത്തിയാ. ഞാൻ ബാസ്നിയുടെ ബാസ്റ്റിനെ പറഞ്ഞു. കാര്യം അവര് KTM അടിപൊളിയായിരുന്നു, പറഞ്ഞോളൂ. KTM കൊള്ളാം, അടിപൊളി. കണ്ടില്ലയോ? ബാസ്നിക്ക് 3 കിലോ കുറഞ്ഞു. അതുകൊണ്ട് പുള്ളി മൂന്നാമത്തെ പൊസിഷനിലെത്തി. പുള്ളി ആദ്യം ശ്രമിച്ചു നോക്കുന്നോ? ബോഡി ഷേമിങ് പൊക്കോ. അല്ല, അങ്ങനെയല്ല. നിനക്ക് എന്തായാലും നീയല്ലോ വല്ല ഫുഡ് പോയിസണിങ് മേടിക്കുന്നു. പഴകി എന്തെങ്കിലും ഫ്രിഡ്ജ് ഉണ്ടോ നോക്കിയേ. ഫ്രിഡ്ജിൽ അല്ല, മഷ്റൂം എടുത്ത് വെച്ചേക്കും കേട്ടോ. ഇത് ഇല്ല, മറ്റുള്ള സിനിമയ്ക്കകത്ത് പറഞ്ഞില്ല. ഇല്ല, നീ വരും ചേച്ചി, എനിക്ക് വിശക്കുന്നത് പറഞ്ഞു. അതെന്താന്നറിയോ, അവനെടുത്ത് കളയണം. ഫ്രിഡ്ജിൽ നിന്ന് പാത്രം എടുത്തു കഴിഞ്ഞാൽ പാത്രവും കഴിയണം, വേസ്റ്റും കളയണം, പണി. അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ലൈവ് ബാക്ടീരിയ കൾച്ചർ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. വെയിറ്റ് കുറയ്ക്കണം. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ബാസ്റ്റിന് 3rd വന്നു, നീ ഇങ്ങനെ നടന്നു. 3 കിലോ കുറച്ച് 3ാമത്തെ സ്ഥാനത്തെത്തി. ബീസ്റ്റ് 3rd വന്നു. പെഡ്രോ 2nd വന്നു. മാർക്കസ് as usual ഫസ്റ്റ് ആയി. ഒരു മീം കണ്ടേ ഞാൻ, ഒരു പാഡക്കുലർ റൂബർ കൂടെ. വാട്ട് എൽസ് ഡിഡ് ബാസ്റ്റിനി ടേക്ക് ഫ്രം പെക്കോ അതർ ദാൻ ഹിസ് 3rd പ്ലേസ്? ഹിസ് സിസ്റ്റർ. അവര് ഡേറ്റ് ചെയ്യുന്നത് ബാസ്റ്റിനി പെക്കോയുടെ സിസ്റ്റർ. അങ്ങനെ ഒരു റൂബർ പാഡക്കുലുണ്ടെന്ന്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പാപ്പരാസീസ്. എന്റെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോ എന്താ അടുത്തൊന്നും ഇല്ല. വേറൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഉണ്ട്. അലക്സ് റിൻസിനെ യമഹ പേ ഔട്ട് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. എന്നിട്ട് ജാക്ക് മില്ലറിനെ ഫാക്ടറി റൈഡറായിട്ട് പ്രൊമോട്ട് ചെയ്തു. മെഗിൽ ഒലിവേറ എന്നിട്ട് വെച്ചിരിക്കും. മെഗിൽ ഒലിവേറ ഇരുന്നാലും മറ്റേത് അവിടെ ഈ മിഗലിന് എന്തിന് ഇത്ര കാര്യം, ഇത്ര ഇഷ്ടമാ? പോർച്ചുഗീസ് ഒരു റൈഡറെങ്കിലും വേണ്ടേ? അലേഷ്യസ് പ്രായറൊക്കെ പോയി. അവനൊരു കഴിവുള്ള ഒരു മനുഷ്യനായിരിക്കും. KTMന്റെ ലാസ്റ്റ് വിന്നറാണ്. അത് മാത്രമേ അത് ജാക്ക് മില്ലർ ആണ് ടെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ്. പുള്ളി എല്ലാ ടീമിലും ഉണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിൽ ഇപ്പൊ ചിലപ്പോ പേ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അലക്സ് റിൻസിനെ പേ ഓഫ്, കാരണം പുള്ളി ആ വലിയ ക്രാഷിന് ശേഷം ഇതുവരെയായിട്ട് പ്രോപ്പറായിട്ട് റിക്കവർ ആയിട്ടില്ല. പുള്ളിയുടെ ആ പെർഫോമൻസ് അത് വഴിക്ക് പോയി. അത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. പക്ഷേ നല്ല റൈഡറായിരുന്നു, സുസുക്കിയിലൊക്കെ പൊളിയായിരുന്നു. പിന്നെ സ്പ്രിന്റില് ഉണ്ടായിരുന്നു എമഹേരെ വൈൽഡ് കാർഡ് എൻട്രി. മറ്റേ അഗൂസ്റ്റോ ഫെർണാണ്ടസ് അല്ലേ? ഫെർണാണ്ടസും ഹോണ്ടയുടെ വൈൽഡ് കാർഡും രണ്ടുപേരുടെ പോയി 2 ടെസ്റ്റ് റൈഡേഴ്സും കൂടെ പോയി വീണു. അഗുസ്റ്റോടെ മനസ്സിൽ വൈൽഡ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓൺ വൈൽഡ് ആയിട്ട് അങ്ങനെ പുള്ളി അവർ രണ്ടുപേരും തള്ളിയിട്ട് പുള്ളി സ്പ്രിന്റിനകത്ത് മിറർ വീണായിരുന്നോ? വീണു. അതെങ്ങനായിരുന്നു? അത് ഇപ്പൊ അതാ ക്വസ്റ്റ്യൻ. അയോഗുറ വന്ന് തൊഴുത് അപ്പോഴാണോ? അത് കഴിഞ്ഞ ആഴ്ച. പുള്ളി വീട് ഏത് വീഴ്ചയായിരുന്നു ഇപ്പൊ ഏത് വീഴ്ച വീണെന്ന് മനസ്സിലാവുന്നില്ല. പുള്ളി എന്തായാലും വീണു. ക്വാളിഫയിങ് നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് വീണു. അപ്പോ വീണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, മെയിൻ റേസില് അതുപോലെ മാർക്കസ് ജയിച്ചു. പക്ഷെ റെക്കോർഡായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഡുക്കാറ്റി റൈഡ് സ്ട്രെയിറ്റ് ആയിട്ട് 5 വിൻസ്, കണ്ടിന്യൂസ് 5 വിൻസ്. സ്പ്രിന്റ് ഏറ്റവും കൂടുതൽ സ്പ്രിന്റ് ജയിച്ച റെക്കോർഡും കിട്ടിയെന്ന് തോന്നുന്നു. അത് 14-16 റേസ് ഹോർക്കേക്ക് ഉണ്ട്. അത് കിട്ടിയിട്ടില്ല. അത് കിട്ടും, ഈ ബുക്കാണെങ്കിൽ കിട്ടും. ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു സീസണിന്റെ പകുതി ആയതേ ഉള്ളൂ. മാൻഡലിക്ക് എത്തുമ്പോഴത്തേക്കും പുള്ളി ഇല്ല വീണു.
അത് മിറുവായിട്ട്. മിറുവാണ് വീണേ. എന്നിട്ടാണ് അവര് എന്താടാ നീ കാണിച്ചത്, എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെ പോയത്. ഇങ്ങനെയാണ് എപ്പോഴും. അത് കഴിഞ്ഞ റേസില് മോർബിഡല്ലി ഇങ്ങനെ പോയത്. അലക്സിന്റെ ഇങ്ങനെ പോയതല്ല, ഇങ്ങനെ പോയത്. അതിന് ഇങ്ങനെ പോയി. അലക്സ് മിററെ തള്ളിയിട്ടു. അങ്ങനെ മിറർ ഭയങ്കര ഇതായിരുന്നു. ഞാനൊക്കെ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്. ഞാൻ ഒന്ന് ആ സൈഡിൽ കൂടെ വെറുതെ ഒരു റേസിൽ ഫിനിഷിംഗ് ചെയ്തിട്ടാ പോയിട്ട് വേണ്ട, എനിക്ക് ഫിനിഷ് ചെയ്താൽ മതിയടാ. എന്ന് ആലോചിച്ച് നോക്കിയ ഹോണ്ട ഒരിക്കൽ വിചാരിക്കുക നമ്മുടെ ഈ എല്ലാ അൺലക്കിനെസിനും കാരണം ഇവനാ. മിററാ ഇവനെ തട്ടിയേക്കാന്ന് വിചാരിച്ചാലോ. അവന് തട്ടില്ല. മറ്റേ പിന്നെ എന്തായിരുന്നു, എന്താ പറ്റിയ, സാർക്കോ പോയി, അത് ക്വാളിഫയേഴ്സിലാണ്. നമ്മുടെ മെയിൻ റേസിനകത്ത് ഫസ്റ്റ് മാർക്കസ്, തേർഡ് പെഡ്രോ, ഫസ്റ്റ് മാർക്കസ്, സെക്കൻഡ് ബെസക്കി. ഓസം റൈഡ്. ഓർഹെ മാർട്ടിൻ തിരിച്ചു വന്നു. ഓർഹെ മാർട്ടിൻ ഓൾസോ ലൈക്ക് സ്പ്രിന്റിൽ 12th എങ്ങാണ്ടോ ആയിരുന്നു, ഇതില് 7th വന്നു. ക്വാർട്ടറോന്റെ ഒരു ഇത് താഴെ. അത് മാത്രമല്ല സ്ട്രൈറ്റ് Q2 ആയിരുന്നു അല്ലേ, സ്ട്രൈറ്റ് Q2-ലോട്ടല്ലായിരുന്നു. അതെ, അത് ഞാനൊരു ലൈക്ക് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇത്രയും നാള് വണ്ടി ഓടിക്കാതെ ഇത്രയും പ്രശ്നമായിട്ട് സ്ട്രൈറ്റ് Q2 തന്നെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില എന്റെ മനസ്സിൽ പുള്ളി Q1 വരും, ജസ്റ്റ് കുറെ ലാപ്പ് ഓടിക്കും പോവും, എങ്ങനെയാണെന്ന് അറിയാം. ആക്ച്വലി ആ മറ്റേ ഈ ഒരു പുതിയൊരു റൂള് വന്നില്ല, ലൈക്ക് കുറെ നാൾ ക്രാഷ് റൈഡേഴ്സിന് ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. ആക്ച്വലി നല്ലതാണ്. പുള്ളിയുടെ ഹോൾ ഏപ്രിലിനോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറി ആ ഒറ്റ ടെസ്റ്റില്. കാരണം പുള്ളി ഇതിന് മുന്നേ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട്, അത് ഒരു വൺ ഓഫ് ആണ്, ഇന്നൊരു ആരും ചെയ്യാത്തത്. പുള്ളി തന്നെ വന്നിരുന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തു. ലൈക്ക് എനിക്ക് പേഴ്സണലി തോന്നിയത് പുള്ളി ഒരു വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു, ഗ്രിഡിലെ ഏറ്റവും കിടിലൻ ബൈക്കാണ് ഓടിച്ചിട്ടുള്ളത്. അവിടുന്ന് ഏപ്രിലിലോട്ട് വന്നു. ഒബിയസ്ലി അത്ര ഡുക്കാറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര കിടിലൻ ബൈക്ക് അല്ല. എമേനെക്കാട്ടിലും എന്തായാലും നല്ലതാണ്, കുറെ ബൈക്സിനെക്കാളും നല്ലതാണ്, പക്ഷെ യു കാൺ കമ്പയർ ഇറ്റ് വിത്ത് ഡുക്കാറ്റി. അപ്പം പുള്ളി ഇത് ഓടിക്കുന്നു. അപ്പം പുള്ളിക്ക് മിക്കവാറും ഒരു ഷോക്കായിരിക്കും, ഇത് എന്ത് സാധനമാണ് എന്നുള്ള രീതിയിൽ. ലൈക്ക് ഇപ്പം പറയത്തില്ലേ, നമ്മൾ പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലല്ലോ പാളി, ആ ഒരു ഇത് വരും. അപ്പോഴാണ് പുള്ളിക്ക് ആ ഖത്തറിലെ ക്രാഷും വന്നത്. അപ്പം പുള്ളി ആ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ള ഒരു കണ്ടീഷനിൽ പോലും ആയി. ലൈക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇനി എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അതിന് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്താൻ എന്തുകൊണ്ടാണ് എത്തിയത്, ആര് കാരണമാണ് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിനോട് അല്ലെങ്കിൽ ആ ആളിനോട് ഭയങ്കര വെറുപ്പായിരിക്കും നമുക്ക്. അപ്പം ഒബ്വിയസ്ലി പുള്ളിക്ക് ആ സമയത്ത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാനല്ല, ലൈക്ക് പുള്ളിയുടെ ഇതിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പം അത് ശരിയായിരിക്കും. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ മാർട്ടിൻ വാസ് ഓൾറെഡി പുള്ളി ഇതായിരുന്നു, എന്താ പറയാ, തെറാപ്പിയിലൊക്കെ പൊക്കോണ്ടിരുന്നതാണ്. ഡിപ്രഷനും കാര്യങ്ങളും സ്ട്രെസ്സിനൊക്കെ തെറാപ്പിയിലൊക്കെ പൊക്കോണ്ടിരുന്നവര് കഴിഞ്ഞ വർഷം എടുക്കത്തില്ല എന്ന് പറഞ്ഞ അല്ലല്ല അതിന് മുന്നത്തെ വർഷം ലൈക്ക് 2023 ഒരു ലാസ്റ്റ് റേസ്, ഒരു ചാമ്പ്യൻഷിപ്പ് ഡിസൈഡിങ് റേസിൽ പുള്ളി പോയി വീണു. അതിനുശേഷം പുള്ളി തെറാപ്പിക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വർഷം വന്നിട്ട് പുള്ളി ലൈക്ക് മെന്റലി സ്ട്രോങ് ആയി വന്നിട്ട് ചെയ്തു. അപ്പം ഫുൾ ഷാറ്റേർഡായി. പുള്ളി പറഞ്ഞത് എൻ്റെ അപ്പോഴത്തെ അവസ്ഥ ശരിക്കും അറിയാമെന്നുള്ളത് പുള്ളിയുടെ ഗേൾഫ്രണ്ടിനും പുള്ളിയുടെ അച്ഛനും മാത്രമാണ്. ആ തെറാപ്പിസ്റ്റിന്റെ നമ്പർ ആവശ്യം വരും, പെക്കോയ്ക്ക് കൊടുക്കാം. ഈ സീസണിൽ ആവശ്യം വരും. ഇല്ല, എന്നിട്ട് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. പുള്ളി അങ്ങനെ ഏപ്രിലിൽ ആ സമയത്ത് പുള്ളി പറഞ്ഞു, ഒരാള് പുള്ളിക്ക് ടെക്സ്റ്റ് ചെയ്തു, മാർക്കസ് ടെക്സ്റ്റ് ചെയ്തു. മാർക്കസ് ടെക്സ്റ്റ് ചെയ്തത് എങ്ങനെയാണ്, ഇഞ്ചേർഡ് ആയിരിക്കുമ്പോൾ ഒരു ഡിസിഷനും എടുക്കരുത്.
ആ ഒറ്റ ഇതില് സംഭവത്തിലാണ് പുള്ളി ഒതുങ്ങിയിരുന്ന കുറച്ച് ദിവസം. കാരണം മാർക്കസ് ഇതിന്റെ വേഴ്സ്റ്റ് ഓഫ് ദി വേഴ്സ്റ്റ് ലെവലിൽ പോയിട്ടാണ് തിരിച്ചു വന്നത്. അത് മാർക്കസ് ആണെങ്കിൽ ഒന്നാമത് ഭയങ്കര മെന്റൽ കോൺഫിഡൻസും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങേര് ബ്രേക്ക് ആയെങ്കിൽ അങ്ങനെ ബ്രേക്ക് ആയി കാണും, ബ്രേക്ക് ആവാതിരുന്ന് കാണും. അയാൾക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ ഡുക്കാറ്റി കിട്ടിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ മാർട്ടിൻ എന്തായാലും പെട്ടും. അതെ അതെ. അപ്പൊ ആ ലെവലില് പുള്ളി ഇത്രയും ദിവസം ഓടിക്കാതിരുന്നിട്ട് ഇപ്പം വന്ന് ആ ഏപ്രിലെ ഓടിച്ച് 7th എത്തുന്നെങ്കില് പുള്ളിയുടെ കഴിവുണ്ട്. പുള്ളിയുടെ കഴിവുണ്ട്. പക്ഷെ അതേസമയം ഏപ്രിലെ ആ വണ്ടി എത്ര ഡെവലപ്പ് ചെയ്തു അതിന്റെ ഇടയിൽ. അത് ബെസ്സയ്ക്ക് സെക്കൻഡ് എത്തുന്നതും അത് അതിനൊരു ഇതാണ്, ടെസ്റ്റിമോണിയാണ്. ഇതെല്ലാം ആക്ച്വലി റിലേറ്റഡ് ആണ്. ഈ ഹോർഹെ വീഴുന്നത് കാരണം ബെസ്സക്കിക്ക് മറ്റേ ചാത്തം കയറിയതും സൈലന്റ്. അവരും വലുതായിട്ട് ഒന്നും പറയുന്നില്ല. അവരും വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻസ് ഓൺ ദ ബൈക്ക്. അവർക്കും അറിയാം ബൈക്ക് അത്ര കിട്ടില്ല അല്ലെന്ന്. പക്ഷെ ലൈക്ക് അത് ഇച്ചിരി കൂടെ ശരിയാണ്. ഓക്കെ, ഡ്രാമ ക്രിയേറ്റ് ചെയ്യാതെ അവർക്ക് അത് ചെയ്യാമായിരുന്നു. ഓഫ് കോഴ്സ് 100%. അതെ അതെ. ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസ് അതില് ഇച്ചിരി സംഭവമാണ്. ഒന്ന് ഒരു സൈഡിൽ അലീഷ് എസ്പ്രാർഗോ ഉണ്ട് ഇതിന്റെ ബാക്കില്. അലീഷ് ഇപ്പൊ ഇല്ല കേട്ടോ, സൈക്കിൾ വിടാൻ പോയിപ്പോ. സൈക്കിളോട്ട് തീർന്നു വരുമ്പോ അടുത്ത പ്രശ്നങ്ങളോ പുള്ളി വരും. ഇവിടെ ആകെ സൈലന്റ് ആയല്ലോ. ഒന്നുകൂടെ ഇഷ്ടമാണോ? ഒന്നുകൂടെ ഫലിപ്പിച്ചേക്കാം. പിന്നെ ആൽബർട്ട് വിളിച്ച് ഹോർഹെ നിനക്ക് ഇത് എന്താ പറ്റിയേ, ഞാൻ ഇങ്ങനല്ലല്ലോ നിന്നെ വളർത്തിയേ എന്നൊക്കെ. അപ്പം ഇതായിരുന്നു ലൈക്ക് ഹോർഹെ പറ്റി ഒരു ഇത്രയും റേസ് പറയാൻ പറ്റാത്തതെല്ലാം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് പൊക്കി. പക്ഷെ പുള്ളീനെ കുറിച്ചുള്ള ഒരു ലൈക്ക് അതൊന്ന് മര്യാദക്ക് അത് കേട്ട് കഴിഞ്ഞാൽ ഒരു പുള്ളീനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ഇമേജ് കുറച്ച് നമ്മൾ ഇത്ര നാളെ കേട്ടത് ഫുള്ള് അപ്രിലയുടെ സൈഡിൽ നിന്നല്ലേ, ഹോർഹെ ഒന്നും പറയുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ രണ്ടുപേരുടെ സൈഡിൽ കേൾക്കുമ്പോ രണ്ടുപേരും റൈറ്റ് ആണ്. പുള്ളി നോക്കുമ്പോ എന്താ പുള്ളി ഏപ്രിലെ കാരണമാണ് പുള്ളിക്ക് ഇനി ബൈക്ക് ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തിയത്. അപ്പൊ ശരിയാണ്. ഏപ്രിലെ പറഞ്ഞിരിക്കുന്ന ഏപ്രിലെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ നടന്ന എല്ലാം നമുക്ക് വി ക്യാൻ ഫോർഗെറ്റ് എവറിത്തിങ് വാട്ട്സ് ഹാപ്പൻ provided you bring results. He did. Which he will and he did. He started. And ആ ഗരാജ് നമ്മൾ നോക്കുമ്പം എല്ലാരും മാർട്ടിനോട് ഭയങ്കര ഇപ്പോഴും കാര്യമാണ്. പുള്ളി 7th വന്നപ്പോ ലൈക്ക് അവര് ജയിച്ച ഒരു ഇതായിരുന്നു അതിന്റെ അകത്ത്. ബിക്കോസ് ബസ്സിക്ക് സൈഡിൽ ഞാൻ സെക്കൻഡ് ആരും വരുന്നില്ല പോടാ അതൊക്കെ മറ്റേ പെക്കോ. അതെ പെക്കോ. മറ്റേ ജാനമന്റെ അവസ്ഥ. ഇവിടെ ബർത്ത്ഡേ അവിടെ മരണം, ഇവിടെ ബർത്ത്ഡേ അവിടെ മരണം, ഇവിടെ പാലി കാച്ചല്ല അവിടെ. എല്ലാ റേസും കഴിയുമ്പോ മറ്റേ മാർക്കസ് ഫാമിലിയിൽ നടക്കുന്ന അവിടെ ഈ വർഷം ഫുള്ള് അവിടെ മറ്റേ ഇതാന്നേ മറ്റേ ആഘോഷ. ഇന്നലെ മാത്രം പറ്റിയില്ല കാരണം പുള്ളി പോയി മിററിന് ഇടിച്ചിട്ടില്ല. മാർക്കസിന്റെ അച്ഛൻ ഇങ്ങനെ 2 ടീഷർട്ടും കൊണ്ടാ നിൽക്കുന്നത്. ഏത് ഇടുന്ന് പുള്ളി എനിക്ക് തോന്നുന്നു സ്പ്രിന്റിന് അലക്സ് മാർക്കസിന്റെ ഇതും മെയിൻ റേസിന്റെ മാർക്കസിന്റെ ലൈക്ക് റേസേഴ്സ് ടയർ ചോയ്സ് ഒക്കെ ചെയ്തില്ലേ, ലൈക്ക് ഇത് വേണോ എന്ന്. അതിനേക്കാളും ടെൻഷനുള്ള ഡിസിഷൻസ് ആണ് മാർക്കസിന്റെ അച്ഛൻ. ഇന്ന് ചോപ്പിടുക. പുള്ളിക്കാരി പക്ഷെ വരത്തില്ല റേസ് കാണാൻ ഒരിക്കലും അവരുടെ വീട്ടിലുള്ള റേസ്, ഹോം റേസ്. അതെ, ഇതായിരുന്നു ലൈക്ക് ഓവറോൾ ഈ വീക്കെൻഡ്. അപ്പോൾ ഇനിയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആഴ്ചത്തേക്ക് മോട്ടോ GP ഇല്ല. സമ്മർ ബ്രേക്കിലോട്ട് പോയി എല്ലാവരും റെസ്റ്റ്. എല്ലാവരും ഫ്ലാബിയോ ഫ്ലൈറ്റ് പിടിച്ച് അങ്ങോട്ട് പോയി. എനിക്ക് ഇനി ഫ്ലാബിയോ ഫ്ലൈറ്റ് പിടിച്ചിട്ട് കറങ്ങാൻ പോയി. പെക്കോ മറ്റേ കൺസൾട്ടേഷന് പോയിട്ടുണ്ട്. ഫീല് കിട്ടുന്നില്ല യുനോ. അതൊക്കെ സെറ്റാക്കിയിട്ട് പുള്ളി വരുമായിരിക്കും. ഒരു റൂമർ ഉണ്ടായിരുന്നു കേട്ടോ, പെക്കോ ചിലപ്പോ VR46 പോകും. അതറിയില്ലെന്നേ. ഇപ്പൊ റൂമേഴ്സിന്റെ ഒക്കെ കറക്റ്റ് ട്രാൻസ്ഫർ ഒക്കെ ഇപ്പൊ നമുക്കറിയാൻ പറ്റും. ലിബർട്ടി വീഡിയോ റൈറ്റ് ടു സർവൈവ് തുടങ്ങി. ലിബർട്ടി വീഡിയോ വന്നിട്ട് റൈറ്റ് ടു സർവൈവ് തുടങ്ങി. നല്ല കണ്ടന്റിന് പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റ് ഇത് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ചാനൽ കൂട്ടിപ്പോവും. എന്താ നമ്മൾ ഈ റൂമേഴ്സ് എല്ലാം ഇവിടെ എടുത്ത് പറഞ്ഞിട്ട് അവരത് കാണിച്ചു തരത്തില്ലേ.
അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്കെന്നാ അവരുടെ ഓരോ എപ്പിസോഡ് റിവ്യൂ എന്താണെന്നറിയോ, അവര് ഒരു സീസൺ കഴിഞ്ഞിട്ടല്ലേ അടുത്ത സീസൺ എടുത്തുള്ളൂ. അത് മാത്രമല്ല പല എപ്പിസോഡും കട്ട് ചെയ്തിട്ടൊക്കെ കാണിക്കുന്നത്. അത് ശരി, അവരുടെ ഡ്രാമ, അവരുടേതായിട്ടുള്ള കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അവര് റേസ് ബൈ റേസ്. ബിഗ് ബോസ് MotoGP എഡിഷൻ. അപ്പൊ അടുത്തത് ഓസ്ട്രിയയിലെ KTMന്റെ ഹോം. August 15. പെഡ്രോ ഹാപ്പി ആയിട്ടാ പോയി കേട്ടോ. പെഡ്രോ ഓ എത്ര ദിവസമായി പുള്ളി ഒന്ന് ചിരിച്ചു കണ്ടിട്ട്, എന്നിട്ടും അവന്റെ ചിരിയില്ലായിരുന്നു. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, ഷാർക്കിനെ ഹണ്ട് ചെയ്ത് കണ്ടോ? പെഡ്രോടല്ലോ ഷാർക്ക്. അതെ, മാർക്കസ് പുള്ളിനെ മറ്റേ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു. മാർക്കസ് ചൂണ്ടയിടായിരിക്കുന്നത് വെറുതെ. ഇതൊക്കെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്. അയ്യോ, പുള്ളിനെ ഒന്നും അല്ലാതായി കളഞ്ഞു മാർക്കസ് ഓവർടേക്ക് ചെയ്തത്. ടയർ പ്രഷർ വന്നപ്പോ പെഡ്രോ നീ മോടെ ഫ്രണ്ടിൽ പോടാ പോയി. എന്നിട്ട് ഇനി ചേട്ട പോട്ടെ. At the end of the day, Marcus is Marcus. ഈ സീസൺ ആണ്. ചിലപ്പോ അവർക്ക് ടീമും അങ്ങനെ പറയത്തില്ലേ, ഇപ്പൊ F1 പറയുന്ന പോലെ കയറ്റി വിടാനൊക്കെ പറയത്തില്ലേ? ഇല്ല, അവിടെ പറയാൻ പറ്റില്ലല്ലോ. കമ്മ്യൂണിക്കേഷന്റെ കാര്യല്ലേ. ലൈറ്റ്സ് ആണ്, ലൈറ്റ്സ് ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഇല്ല, ഇത് റൈഡർ ഡിസിഷൻ ആണ് കൂടുതൽ. ലൈക്ക് F1 നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് റേഡിയോ ഇത് വരത്തില്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിടാനൊക്കെ പറഞ്ഞു. പിന്നെ പ്രാക്ടീസ് സമയത്ത് ഏത് മാപ്പിംഗ് യൂസ് ചെയ്യണം അതൊക്കെ ഉണ്ട്. ബട്ട് റൈഡേഴ്സ് ആണ് ഡിസിഷൻ. അതിപ്പം മാർക്കസിന്റെ ലൈറ്റ് കത്തില്ലേ ടയർ പ്രഷറിന്റെ, അപ്പൊ മാർക്കസ് ഒന്ന് മാറി എന്നിട്ട് ആ ടയറിന്റെ ആ ഒരു പ്രഷർ. പക്ഷെ ആ സമയത്ത് അത് നമ്മൾ മനസ്സിലാക്കിയ മാർക്കസിന്റെ റേസ് ക്രാഫ്റ്റ് അത് ഓഫ് കോഴ്സ് എന്ന് വെച്ചാൽ ഔട്ട്റൈറ്റ് സ്പീഡ് ഒരു സംഭവമാണ്. പക്ഷെ അതേസമയം നമ്മള് കാൽക്കുലേറ്റഡ് ആയിട്ട് ഓടിക്കുക എന്നുള്ളത് വേറൊരു സംഭവമാണ്. മാർക്കസ് ഇപ്പൊ രണ്ടും ചെയ്യുന്നുണ്ട്. ഇത്രയും എന്താ അല്ല, അലീഷ് ടെസ്റ്റ് റൈഡർ. ആ വന്ന വീണ് മാത്രമല്ല, പോയിന്റ് കിട്ടണമെങ്കിൽ ഇത്ര പ്ലേസിന്റെ അകത്ത് വരണം. ഈ ടെസ്റ്റ് റൈഡേഴ്സ് വരുമ്പോ അവരുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ പോയി മറ്റേ ഓടിച്ച് ഡേറ്റ കളക്ട് ചെയ്യാൻ, അതും ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂ പാർട്സോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടാണ്, എയറോ പാർട്സ് അങ്ങനെയൊക്കെ. അതുകൊണ്ട് അവര് ഫ്രണ്ടിൽ എത്തേണ്ട. അതാണല്ലോ മറ്റേ ലൊറൻസോ സാൽവദോരി. അതുപോലെ പുള്ളിക്ക് പോയിട്ടുണ്ട്. ഫ്രീ ആയിട്ടൊരു സീസണിന്റെ പകുതിയോളം കിട്ടിയില്ലേ? ഇല്ലേ? ഞാൻ MotoGP എപ്പോ പുള്ളി R660 ലോഞ്ചോ ഏതിനോ ഒന്നിന് വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളിനെ എന്തോ സ്പീഡാ എന്ന് പറയുന്ന കേട്ടായിരുന്നു. ഭയങ്കര ഒരു ടെസ്റ്റ് റൈഡർ ആവുക എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ MotoGP ടെസ്റ്റ് റൈഡർ ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സിമ്പിൾ. 69. എന്നോടാ കളി. ഈ വിന്യാലേസ് കാരണമാണ്. പക്ഷേ KTM ആക്ച്വലി ഡെവലപ്മെന്റ്, അതുകൊണ്ട് അയാൾക്ക് നല്ല ഇതുണ്ട് കേട്ടോ. ലൈക്ക് പുള്ളിയാണ് ഫസ്റ്റ് പുഷ് ചെയ്ത് തുടങ്ങിയത്. ഈ സീസണ് വിന്യാലേസ് ഈസ് നൈസ്. ക്രാഷ് ആയില്ലായിരുന്നു ചിലപ്പം കമന്റേറ്റേഴ്സ് പറയുന്നത് ഈ റേസ് എടുക്കാം, എനിക്ക് ജിമ്മിൽ പോകണം. ഓക്കെ. അപ്പം ഈ എപ്പിസോഡ് കഴിഞ്ഞു. ഇനി MotoGP എപ്പിസോഡായിട്ട് നമുക്ക് 3 weeks കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. ബട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് പഴയ റേസസും അല്ലെങ്കിൽ ഇവാലുവേഷൻസ് കുറെ കമന്റ്സിനകത്തൊക്കെ വന്നായിരുന്നല്ലോ. ലൈക്ക് അങ്ങനെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ്. അല്ലാതെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഡയറക്ടറിനോട് പറയാം, കമന്റ്സിനകത്ത് ഇടുക. പിന്നെ നമ്മളെ റേസ് ബൈക്ക് ഒരെണ്ണം സെറ്റ് ആക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ഇവിടുത്തെ റേസിംഗ് സീസൺ തുടങ്ങാറായി. ഇപ്പൊ ഒരു പറഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 മാസമായി. പക്ഷെ അത് വരും. അതിന്റെ ഇടയിൽ ഒരു ട്രാക്ക് ഡേ ക്യാൻസൽ ആയി പോയി. പിന്നെ ഒരു ട്രാക്ക് ഡേ പോകാൻ പറ്റിയില്ല, വെതർ മോശമായി. പിന്നെ ബൈക്ക് സെറ്റ് ആയില്ല. സോ അതൊക്കെ എല്ലാം കൂടെ നമുക്ക് ചേർത്ത് ഇനിയുള്ള 3 weeks നമുക്ക് അങ്ങനത്തെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വീഡിയോസ് ഇടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തംസ് അപ്പ്, ബെല്ലൈക്കൺ. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം. ഓക്കെ.